പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലൈഹി അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ കുറേ ബാധ്യതകളായിട്ടാണ് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ അള്ളാഹുവിന് റസൂലിനോടും ഉള്ള ബാധ്യത, അതിനുശേഷം തൻ്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത. അള്ളാഹു റസൂലും കഴിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് പറയുന്നത് തൻ്റെ മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അവരോടുള്ള കടമയെക്കുറിച്ച് എത്രത്തോളം അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ കാരണത്താലാണ് ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ കാരണത്താലാണ് നമുക്ക് ഇന്ന് ഈ എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അള്ളാഹു അവർക്ക് എല്ലാ റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ, ആമീൻ. അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും അവർ ജീവിച്ചിരിക്കുന്ന കാലത്തും അവരുടെ മരണശേഷവും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവർ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുകയും അവരെ നമ്മൾ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എത്രത്തോളം നമ്മൾ അവരുടെ ശുശ്രൂഷിച്ചിട്ട് എത്രത്തോളം നമ്മൾ ക്ഷമിച്ചും സഹിച്ചും നമ്മൾ ചെയ്യുന്നുവോ ആ സഹനശക്തിക്കാണ് സ്വർഗം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ഹൃദയത്തിലുള്ള മാനസികാവസ്ഥയും നോക്കിയിട്ടാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്. എത്രത്തോളം നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവോ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തിരിച്ചു തരുന്നതാണ്. അവരെ ധിക്കരിക്കുവാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ വാർദ്ധക്യ സഹജമായ പല കാരണങ്ങൾ കൊണ്ടും പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രകടിപ്പിക്കും. എങ്കിലും അതെല്ലാം നാം സഹിച്ച് നമ്മൾ അവരെ സ്നേഹത്തോടെ സമാധാനത്തോടെ അവരെ ശുശ്രൂഷിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ചെറുപ്പത്തിൽ നമ്മളെ എങ്ങനെയാണോ അവർ നോക്കിയത് അതുപോലെയായിരിക്കണം നാം അവർക്ക് വാർദ്ധക്യപരമായ സാഹചര്യത്തിൽ നാം അവരെ നോക്കേണ്ടത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു ഉമ്മ പെറ്റ 10 മക്കളെ ഒരു ഉമ്മക്ക് നോക്കാൻ കഴിയും, പക്ഷേ 10 മക്കൾക്ക് ഒരു ഉമ്മയെ നോക്കാൻ ഭയങ്കര പ്രയാസമാണ്. നാം മനസ്സിരുത്തിയാൽ ഏത് പ്രയാസങ്ങളും നമുക്ക് എളുപ്പമാക്കി തരും. ഇത്രയും മാതാപിതാക്കളുടെ കടമയെക്കുറിച്ച് ഞാൻ ഇത്രയും സംസാരിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.